ഈ വീഡിയോയിൽ പാകിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഈ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ 2 ആക്രമണങ്ങളാണ് നടന്നത്. അത് ഒരെണ്ണം, ഈ രണ്ടും മിലിറ്ററി ക്യാമ്പ്, പാകിസ്ഥാന്റെ ആർമി മിലിറ്ററി ക്യാമ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. ഈ നടത്തിയത് TTP എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്കും, നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം അവിടെ തീവ്രവാദികളാണ് കേട്ടോ. ഇൻക്ലൂഡിങ് പാകിസ്ഥാന്റെ ആർമി ഉൾപ്പെടെ തീവ്രവാദ ബന്ധമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് ചൈനീസ് എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് ചൈനീസ് എംബസിക്കുള്ളിൽ ഒരു ആക്രമണം നടത്തിയായിരുന്നു. അത് ഈ ഒരു TTP തെഹ്രീക്ക് താലിബാനാണ് ഇത് നടത്തിയതെന്നാണ് തെഹ്രീക്ക് താലിബാനാണ് ഇത് നടത്തിയത് എന്നാണ് പാകിസ്ഥാന്റെ ആർമി തന്നെ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് കാബൂളിൽ കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലുള്ള കാബൂളിൽ ഒരു ആക്രമണം നടത്തി. കാരണം ഈ ചൈനീസ് എംബസിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിയ അതിന്റെ ഒരു ലീഡർ, ആ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയവൻ ഈ ഒരു കാബൂളിലാണ് ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ISIS എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദ സംഘടനയെ വെച്ചിട്ട് ഈ ഒരു ആക്രമണം കാബൂളിൽ നടപ്പിലാക്കിയത്. മനസ്സിലായി? അതായത് അഫ്ഗാനിസ്ഥാനിലുള്ള ഈ ഒരു ISIS സംഘടനകളുടെ അവർ എപ്പോഴും ഇങ്ങനെ ഒരു ഉറക്കത്തിലാണ്. അവർ കേരളത്തിൽ നിന്ന് പോയ ആടുമേക്കാൻ പോയ ആൾക്കാരൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത്. അഫ്ഗാനിസ്ഥാനിൽ അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇപ്പം മറ്റേ പച്ച വസ്ത്രങ്ങളൊക്കെ ഇട്ട്, മറ്റേ പൈജാമ അങ്ങനത്തെ ഒരു വസ്ത്രമുണ്ടല്ലോ, അപ്പൊ ഈ ആ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു വസ്ത്രമുണ്ടല്ലോ, ആ രീതിയിലുള്ള മറ്റേ ചുരിദാർ പോലത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് അവരിപ്പം കേരളത്തിലുള്ള ആളാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരിപ്പം അവിടെ അലിഞ്ഞു ചേർന്ന് ജീവിക്കുമായിരിക്കും. ഇപ്പൊ എന്തായാലും കുറെ ആൾക്കാരൊക്കെ അമേരിക്കയുടെ ബോംബ് ആക്രമണത്തിൽ തന്നെ ആ ഒരു ടൈമിൽ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് കേട്ടത്. പിന്നെ ഈ താലിബാൻ ഉണ്ടായിരുന്ന സമയത്ത് അവർ കുറെ ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിൽ അടച്ചു എന്നൊക്കെ കേട്ടത്. അപ്പൊ ഇപ്പം ഈ ഒരു ISI എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുമായിട്ട് പാകിസ്ഥാന്റെ ആർമിക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു പാകിസ്ഥാൻ ആർമി ഈ ISI ഏജന്റ് ആക്കി വെച്ചുകൊണ്ട് ഇവരാണ് ഈ കാബൂളിന്റെ ഉള്ളിൽ ഈ ഒരു ആക്രമണം നടത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പാകിസ്ഥാൻ ആർമി ആൾസോ കണക്റ്റഡ് വിത്ത് ദിസ് തീവ്രവാദം. അതാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ബാറ്റിൽ ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രണ്ട് ദിവസങ്ങളായിട്ട് ഈ ഒരു TTP, അതായത് തെഹ്രീക്ക് താലിബാൻ, ഈ ചൈനീസ് എംബസിയിൽ ഉണ്ടായ ആക്രമണത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവര് വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദ സംഘടനയെ, പാകിസ്ഥാൻ ആർമി തീവ്രവാദ സംഘടനയെ അപ്പോയിന്റ് ചെയ്ത് കൊട്ടേഷൻ കൊടുത്ത് കാബൂളിന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടത്തി ഒരു ലീഡറെ വധിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരം വീട്ടുന്ന രീതിയിലാണ് ഇപ്പം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് 2 ആക്രമണങ്ങൾ ഈ ഖൈബർ പഖ്തൂൺവ പ്രൊവിൻസിൽ നിന്നുള്ള ബനു എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മിലിറ്ററി ക്യാമ്പ് ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ കാര്യം. ഇതാണ് ഇതിന്റെ ഒരു കളി. 2 ആക്രമണമാണ്. അതിൽ ഒന്ന് ഒരു മിലിറ്ററി വാൻ, ഈ ഒരു മിലിറ്ററി വാൻ ആണ് കത്തിച്ചു കളഞ്ഞത്, ബോംബിട്ട് പൊട്ടിച്ചു കളഞ്ഞാണ്. അപ്പൊ അങ്ങനെ ബോംബിട്ട് പൊട്ടിത്തെറിച്ചപ്പോഴത്തേക്കും അതിനകത്ത് കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനം പൊട്ടിത്തെറിച്ചിട്ടാണ് ഈ ഒരു അപകടം, ചുറ്റുമുണ്ടായ ആൾക്കാരായാലും ശരി, ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മൊത്തത്തില് അത് പൊട്ടിത്തെറിച്ച് ഇത്ര അപകടം ഉണ്ടായിട്ടുണ്ട്. 11 പേര് കൊല്ലപ്പെട്ടു, 32 പേർക്ക് ഗുരുതര പരിക്ക്. ഇതൊരു അപകടം. ഇതിലുപരിയായിട്ട് മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിൽ വീണ്ടും അറ്റാക്ക്. മിലിറ്ററി ക്യാമ്പിന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണത്തിൽ മിലിറ്ററി ഉദ്യോഗസ്ഥരായിട്ടുള്ള 9 പാകിസ്ഥാൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരും എല്ലാം തീവ്രവാദികളായിട്ട് കണക്കാക്കാനേ പറ്റും. ആ രീതിയിൽ തീവ്രവാദം കൊണ്ട് അതപ്പതിച്ചിരിക്കുകയാണ് ഒരു പാകിസ്ഥാൻ. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഈ ഗ്ലോബൽ തീവ്രവാദ പട്ടിക ഉണ്ടല്ലോ, GTI എന്നാണ് പറയുന്നത്, ഗ്ലോബൽ ടെറർ ഇൻഡെക്സ്. ഈ ഇൻഡെക്സിൽ പാകിസ്ഥാൻ 2ാം സ്ഥാനം വിജയകരമായി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൽ ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. നല്ല ഗ്രോത്ത് ഉണ്ട്, നമുക്കറിയാം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്ന്. അപ്പൊ കാരണം അവരുടെ പ്രവൃത്തി അങ്ങനെയാണല്ലോ, അത്ര മനോഹരമായിട്ടുള്ള നിയമങ്ങളുടെ ആ ഒരു സംരക്ഷണയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കരമായിട്ടുള്ള നിയമങ്ങളൊക്കെ പാലിച്ച് മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് പാകിസ്ഥാനികൾ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൽ 2ാം സ്ഥാനത്ത് ഇപ്പൊ തന്നെ എത്തിപ്പെടാൻ പറ്റിയത്. ഈ ഗ്ലോബൽ ടെറർ ഇൻഡെക്സിൽ എത്തിപ്പെടാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ 2023, 2024 കാലഘട്ടങ്ങളിൽ തീവ്രവാദ ആക്രമണങ്ങളിൽ ഉണ്ടായ വർധനവ്. ഈ വർധനവ് എന്താണെന്ന് പറഞ്ഞാൽ 2023 തന്നെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആക്രമണങ്ങളുടെ കണക്ക്, അതായത് തീവ്രവാദ ആക്രമണങ്ങളുടെ കണക്ക്, ആ ഒരു ഇൻഡെക്സ് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2023 517 ആക്രമണങ്ങൾ. അപ്പൊ അതിൽ നിന്ന് നേരെ കുത്തനെ കൂടി 2024 1099 തീവ്രവാദ ആക്രമണങ്ങൾ. എവിടെ? ഈ പാകിസ്ഥാന്റെ ഉള്ളിൽ. ആകെ 4 പ്രൊവിൻസേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിലാണ് ഈ ആക്രമണങ്ങൾ മൊത്തം നടക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസ്, അതിലുപരിയായിട്ട് ബലൂചിസ്ഥാൻ. ഈ 2 മേഖലയാണ് ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളികളായിട്ട് തീവ്രവാദത്തിന് മുദ്ര കുത്തിയിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇതിന്റെ മരണനിരക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ഏതാണ്ട് 517 ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 748 ആണ്. അതേസമയം 2024 1099 ആക്രമണങ്ങൾ, അതിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1080ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ മരണനിരക്കിലും വർധനമുണ്ട്, ആക്രമണത്തിലും വർധനമുണ്ട്. അപ്പൊ നല്ല മുന്നേറ്റമാണ്. ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഗ്ലോബൽ ഇൻഡെക്സിൽ 2ാം സ്ഥാനം നേടാൻ അവർക്ക് സഹായകരമായത്. അപ്പൊ ഇപ്പൊ പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സെറ്റപ്പുകൾ ഐഡിയ പറഞ്ഞേക്കും. ബലൂച്ചികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇറാന്റെ ബോർഡർ ആ ഒരു ഏരിയയിലുമാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഇതാണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അത് അവരുടെ ഒരു നേഷനായിട്ട് തന്നെ അവർ
അവരുടെ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട്, അവരുടെ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആയിട്ട്, അവരുടെ സെപ്പറേറ്റ് ഓട്ടോണമിയോടുകൂടി താമസിക്കണം എന്ന് പറഞ്ഞാൽ അവർ അവകാശത്തിനായി ആയിട്ടുള്ള ഒരു രാജ്യം വേണം എന്നാണ് രീതിയിലുള്ള ചെറുത്തുനിൽപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അതൊരു സൈഡിൽ ഇരിക്കെ തന്നെ ഈ UAE-യിലാണ് ഏറ്റവും കൂടുതൽ ബലൂച്ചുകൾ ഇവരെ ഔട്ട്സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ സൈലന്റ് ആയിട്ട് ഇവർ ഗ്ലോബലി തന്നെ ഒരു വൈഡ് കമ്മ്യൂണിറ്റിയാണ് ഇവർ. പല അറബ് രാജ്യങ്ങളിലും ഈ ഒരു ബലൂച്ച് ഗോത്രത്തിലുള്ള ആൾക്കാരുണ്ട്. എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്, എവിടെ നിന്നാണ് ഇത്ര ശക്തമായിട്ട് ഇവർ അവിടെ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ പൊരുതുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഔട്ട്സൈഡ് സപ്പോർട്ട് ഉണ്ട്. ബലൂച്ചുകളെല്ലാം തന്നെ അവരുടെ പേരിന്റെ പുറകില് ഈ ഒരു പേര് അവർ ചേർത്ത് തന്നെയാണ് പറയുന്നത്. ഇന്ന ബലൂച്ച് എന്നാണ് ഈ നെയിം തന്നെ അങ്ങനെയാണ് വരുന്നത്. ഇത് തന്നെയാണ് അവരുടെ പാരമ്പര്യവും, ഇത് തന്നെയാണ് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് അവർ ഈ ഒരു ബലൂച്ച് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി നെയിം അവരുടെ പേരിന്റെ പുറകിൽ തന്നെ ഒരു ഫാമിലി നെയിമായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ബലൂച്ചുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പേര് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി നമ്പർ 1, ബലൂച്ച് ലിബറേഷൻ ഫ്രണ്ട്, ഇത് ഒരു ടീം. പിന്നെ ബലൂച്ച് റിപ്പബ്ലിക് ഫ്രണ്ട് ഗ്രൂപ്പ്, ഇങ്ങനെ ഒരു സംഘടന ഉണ്ട്. ഇപ്പൊ ഇവർ 3 പേരായി. ഈ സിന്ധ് എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ഉണ്ട്. കുറെ ആൾക്കാർ ഈ സിന്ധ് പ്രൊവിൻസിന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ മത്സരിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായിട്ട് തന്നെയാണ് വഴക്കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സിന്ധിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു സൈഡിൽ. അതിലുപരിയായിട്ട് ഖൈബർ പഖ്തൂൺവ മേഖലയിൽ TTP ഉൾപ്പെടെയുള്ള ഈ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു ടീം പാകിസ്ഥാൻ മത്സരിക്കുന്നുണ്ട്. ഈ ഖൈബർ പഖ്തൂൺവ എന്ന് പറഞ്ഞ ഈ ഒരു TTP-യുടെ ആൾക്കാരും അതുപോലെ തന്നെ ഈ സിന്ധ് പ്രൊവിൻസിന് വേണ്ടി മത്സരിക്കുന്നവരും ഈ ബലൂചിസ്ഥാന് വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഈ 3 ആർമികളുണ്ട്. ബലൂചിസ്ഥാന്റെ ഈ 3 ആർമികളും കൂടെ ചേർന്നിട്ടാണ് ബലൂച്ച് ആർമി, ഈ സിന്ധ് പ്രൊവിൻസിലുള്ള ആർമി, അതേപോലെ തന്നെ ഈ ഖൈബർ പഖ്തൂൺവയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ആൾക്കാർ. ഇവർ 3 പേരും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതായത് ഒരു കോമൺ മിലിറ്ററി രൂപീകരിച്ചിരിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ ആർമി ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ആയിട്ട് അവർ രൂപപ്പെട്ട് വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് ഒരു സംഘടനയ്ക്ക് ഇവർ 3 പേരും കൂടെ ചേർന്നുള്ള ഒരു സംഘടനയ്ക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. BRAS എന്നാണ് ഈ ഒരു സംഘടനയുടെ പേര്, BRAS. ഈ BRAS എന്നുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ബലൂച്ച് രാജ് അയോജ് സംഘട്ട്, ഇങ്ങനെയാണ് അതിന്റെ ഒരു പേര്, ഈ ബലൂച്ച് രാജ് അയോജ് സംഘട്ട്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ സംഘടന ഒരു പുതിയ സംഘടനയായിട്ട് അവർ രൂപീകരിക്കുകയാണ്. ഈ സംഘടന ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ടാർഗറ്റ് ചെയ്യാണ്. എന്താണ് ടാർഗറ്റ്? പാകിസ്ഥാന്റെ ആർമിയാണ് ടാർഗറ്റ്, പാകിസ്ഥാന്റെ മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് ടാർഗറ്റ്, പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകളാണ് ടാർഗറ്റ് ചെയ്യുന്നത്, മിലിറ്ററി വാഹനങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാന്റെ മിലിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലുപരിയായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, CPEC കോറിഡോറെ ഇവർ പൂർണ്ണമായിട്ട് എതിർക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ ചൈനീസ് എംപ്ലോയീസിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ടാർഗറ്റാണ് ഇവർക്ക്. പ്രത്യേകിച്ച് ഇവർക്ക് ഇതാണ് ഇവരുടെ പ്രത്യേക അജണ്ട. ഈ രീതിയിലാണ് ഇവരുടെ ഫോക്കസ്. അപ്പൊ ഇവരുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് തന്നെയാണ്. പാകിസ്ഥാനി പൊതുജനങ്ങളുമായിട്ട് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, പൊതുജനങ്ങളെ ഇവർ ആക്രമിക്കത്തുമില്ല. പക്ഷേ ഈ പാകിസ്ഥാന്റെ മിലിറ്ററിക്കെതിരെ, മിലിറ്ററി ഉദ്യോഗസ്ഥർക്കെതിരെ ഏതെങ്കിലും രീതിയിലൊരു ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് പൊതുജനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല, കണ്ടീഷൻസ് അപ്ലൈ എന്നുള്ള ഒരു ഇതും വെച്ചിട്ടുണ്ട് അവർ. ഇതിന്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ പാകിസ്ഥാൻ ആർമിയുടെ ഈ ഒരു പഞ്ചാബികളുടെ അതിക്രൂരമായ ഒരു പീഡന രീതികൾ, ഈ ബലൂചിസ്ഥാനിലുള്ള ആണുങ്ങളെ ഇവര് സ്ഥിരമായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ പിന്നെ മിസ്സിംഗ് ആണ്, പിന്നെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയില്ല. ആ രീതിയിലുള്ള പീഡനങ്ങളാണ് ഇവർ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർമിയോടുള്ള ഒരു വൈരാഗ്യത്തിന് കാലങ്ങളായിട്ട് തന്നെ ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് കടന്നുകയറ്റം, ചൈനയിൽ നിന്നും തുടങ്ങി 100, 200 തുടങ്ങി 1000, 2000, 3000 ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ ചൈനീസ് പൗരന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട മണ്ണുകളെല്ലാം ഇവർ മാന്തി ചൈനയ്ക്കുള്ളിൽ കൊണ്ടുപോവാണ്. ഈ ചൈന ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഈ ഒരു ബലൂച്ച് മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽ മൈനിങ് ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ CPEC കോറിഡോർ ഇത് ഭയങ്കര വ്യാപാര കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാനെ പറ്റിച്ചുകൊണ്ട് ഇനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നാടകമാണോ എന്ന് വരെ സംശയമുണ്ട്. കാര്യം ആ രീതിയിലാണ് ചൈന അവിടെ നിന്ന് മണ്ണ് വാരി കൊണ്ടുവരുന്നത്. അവിടുത്തെ പോർട്ട് ഇതുവരെ ഓപ്പറേറ്റബിൾ ആയിട്ടില്ല, അവിടുത്തെ എയർപോർട്ട് ഇതുവരെ ആക്സസ് ആയിട്ടില്ല. ഈ ചൈന പ്രോമിസ് ചെയ്തതാണ് പാകിസ്ഥാൻ, ഇതുവരെ അത് ആക്സസബിൾ അല്ല. അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള ഫണ്ടും ഇനി മുടക്കാൻ തയ്യാറല്ല. അതിന് ചില ബ്ലെയിംസ് ഒക്കെ പാകിസ്ഥാനെ പറയുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇവർ നിരന്തരം ഈ പാകിസ്ഥാന്റെ മണ്ണ് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ള മണ്ണ് ഇവർ ലോഡ് കണക്കിൽ വാരിക്കൊണ്ട് ഈ ഒരു CPEC കോറിഡോർ എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്ന റോഡില്ലേ, ആ ഒരു റോഡ് ത്രൂ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇതാണ്, ഈ മണ്ണ് വാരി കൊണ്ടുപോവാണ്. ഇതൊക്കെ തന്നെയാണ് ചൈനയുടെ റെയർ എർത്ത് എലമെന്റ്സിന്റെ ചില റൂട്ടുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു CPEC കോറിഡോറിൽ എന്താണോ കരാറ്, ആ കരാറല്ല അവിടെ നടക്കുന്നത്. ഇത് പാകിസ്ഥാന്റെ ഒരു പോർട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗ്ലോബൽ ട്രേഡ് ഒക്കെ നടത്തി പാകിസ്ഥാൻ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മാർഗവും ചൈന അവിടെ ചെയ്യുന്നില്ല. റെയർ എർത്ത് മിനറൽസ് നല്ല രീതിയിൽ അടങ്ങിയ മണ്ണ് അവിടെ നിന്ന് വാരിക്കൊണ്ട് ചൈനയ്ക്കുള്ളിൽ കൊണ്ടുപോകുന്നുള്ള പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ ആ റോട്ടിൽ കൂടെ ഇതാണ് നടക്കുന്നത്. എതിരെയാണ് ഈ ജനങ്ങൾ പൊരുതുന്നത്. അല്ലാതെ തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രാഥമികമായിട്ട് പാകിസ്ഥാനെയും ബലൂചിസ്ഥാനും ഉള്ള ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഈ 3 സംഘടനകൾക്കും 3 അവരവരുടേതായിട്ടുള്ള രാജ്യങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഈ ബലൂച്ചികൾക്ക് ബലൂച്ച്, ഖൈബർ പഖ്തൂൺ മേഖലയിൽ അവർക്ക് ആ പട്ടാൻസിന് ആ രീതിയിലുള്ള, ഈ പഷ്തൂൺ കമ്മ്യൂണിറ്റിക്കാർക്ക് ആ പഷ്തൂണിന്റെ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമെന്നും,
ഈ സിന്ധികൾക്ക് സിന്ധികളുടേതായിട്ടുള്ള സ്റ്റേറ്റ് വേണമെന്നാണ് പറയുന്നത്. മൂന്നായേ. ഇനി പിന്നെ പാകിസ്ഥാനിൽ എന്താണ് ഉള്ളത്? കഴിഞ്ഞ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാൻ ഇതിനെക്കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഇതിനെന്താണ് കാരണം എന്നുള്ളത്. അവർ ബ്ലൈൻഡ് ആയിട്ട് ഇന്ത്യയാണ് കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയാണ് കാരണം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ താലിബാനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അപ്പൊ അത് ത്രൂ ആണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാൻ താലിബാനുകൾക്ക് ഈ ഒരു ഖൈബർ പഖ്തൂൺവ മേഖലയിലുള്ള ഈ ഒരു താലിബാനുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അവരാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഈ രീതിയിൽ തീവ്രവാദങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ളൊരു ആരോപണം പാകിസ്ഥാൻ വെക്കുന്നുണ്ട്. ഇത് കുറെ നാളുകൊണ്ടേ വെക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടെ ശക്തമായിട്ട് അത് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബ്രാസ് എന്ന് പറഞ്ഞ BRAS എന്ന് പറഞ്ഞ ആ ഒരു ഒറ്റ സംഘടന, ഈ ഒറ്റ സംഘടന ആക്കിയപ്പോഴത്തേക്ക് ഇവരൊരു ഫോറിൻ അംബാസിഡർ പോലെ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, മുറീദ് ബലൂച്ച്. ഈ മുറീദ് ബലൂച്ച് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ ബലൂചിസ്ഥാന്റെ ഫോറിൻ അംബാസിഡർ ആയിട്ട് ഇനി റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ ഉള്ളത്. ഇനി പാകിസ്ഥാൻ ആയാലും ശരി, ഇനി ആരാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മുറീദ് ബലൂജിയുമായിട്ട് വേണം സംസാരിക്കാൻ. അയാളായിരിക്കും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഹി ഈസ് ദ വൺ ആൻഡ് ഓൺലി സ്പോക്സ് പേഴ്സൺ ഫോർ ബലൂചിസ്ഥാൻ. ഇങ്ങനെയൊക്കെ അവർ പ്രൊഫഷണൽ ആയിട്ട് മാറുകയാണ്. ഈ രീതിയിൽ ഈ ഒരു ബലൂചിസ്ഥാനെ ആക്കിയതിന് പാകിസ്ഥാൻ പൂർണ്ണ ഉത്തരവാദിയാണ്. അത്രത്തോളം അവർ എക്സ്പീരിയൻസ് നേടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അവർ പ്രൊഫഷണൽ ആർമി, ഒരു മിലിറ്ററി എന്നുള്ള നിലയിൽ ആക്ട് ചെയ്യാനാണ് ഇനി പോകുന്നത്. ഇതിലുപരിയായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു ലേഡിയാണ് മഹാൽ ബലൂച്ച് എന്ന് പറയുന്നത്. ഈ മഹാൽ ബലൂച്ച് എന്ന് പറയുന്ന ഒരു ലേഡി, ഇവർക്കൊരു 29-30 വയസ്സുണ്ടാവും. ഇവർ റെവല്യൂഷണറി ലേഡി ആയിട്ടാണ് ബലൂചിസ്ഥാന്റെ ഉള്ളിൽ അറിയപ്പെടുന്നത്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാൻ ജയിലിലൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇവര് സ്വന്തമായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ തീവ്രവാദമൊക്കെ ആരോപിച്ച് ഇവര് പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഈ ലേഡിയെ. പലപ്പോഴായിട്ട് പിടിച്ചോണ്ട് പോകും, പിന്നെ പ്രൊട്ടസ്റ്റ് നടക്കും, റിലീസ് ചെയ്യും, പിന്നെ പിടിച്ചോണ്ട് പോകും, പിന്നെ റിലീസ് ചെയ്യും. ഇത് തന്നെയാണ് പരിപാടി. കാരണം ഈ ലേഡി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ഇൻ ബലൂചിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ ലേഡിയെ പെട്ടെന്ന് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസ് പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ആ ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഇവരെ പിടിച്ചോണ്ട് പോയി കുറച്ച് കൺട്രോൾ ഒക്കെ ചെയ്യും, കുറച്ച് പിടിച്ചോണ്ട് പോയി റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ ഒന്ന് തടയാമല്ലോ. കാരണം ഇവർ വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവർ രോഷാകുലമായിട്ടുള്ള പ്രസംഗങ്ങളാണ് ഇവർ കാഴ്ചവെക്കുന്നത്. ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ലേഡി ആയിട്ടാണ് ഇവരെ കരുതുന്നത്. ഇവരുടെ പേരാണ് മഹാൽ ബലൂച്ച് എന്ന് പറയുന്നത്. ഈ മഹാൽ ബലൂച്ച് അവിടെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ഇവരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവർ പുറത്താണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മാസ് പ്രൊട്ടസ്റ്റ് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ആരോപിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇന്ത്യക്കുള്ളിൽ ഈ ഖാദിർ എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ലീഡർ ഉണ്ട്, ഈ ബലൂചിസ്ഥാനികളുടെ നേതാവ് ഖാദിർ. ഈ ഖാദിർ എന്ന് പറഞ്ഞ ആള് ന്യൂഡൽഹിയിൽ വരികയും ഏതാണ്ട് 6 മാസത്തോളം ഇവിടെ ചികിത്സ തേടുകയും, കാരണം ഈ ബലൂചിസ്ഥാൻ, ഈ അഫ്ഗാനിസ്ഥാനിലുള്ള സിറ്റിസൺസിന് ഇന്ത്യക്കുള്ളിൽ ഫ്രീ ചികിത്സയുണ്ട്. അത് പണ്ടേ ഉണ്ട്. അപ്പം അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, ഇന്ത്യയുമായിട്ട് സഹകരണം ഉണ്ടായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ട്, കാരണം ഈ ഒരു മത തീവ്രവാദത്തിന്റെ അടിമത്വത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവർക്ക് സ്ത്രീകൾക്കൊക്കെ എഡ്യൂക്കേഷനിലായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ത്യക്കുള്ളിൽ അവർക്ക് ഒരുപാട് സ്കോളർഷിപ്പുകളുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടൊക്കെ ഇന്ത്യ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ട്രീറ്റ്മെന്റിന്റെ ഫെസിലിറ്റി ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അവിടെ താലിബാൻ വന്നാലും അവർ ഫെസിലിറ്റി അഫ്ഗാൻ ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അങ്ങനെ ചെന്നൈ ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അതേപോലെ ഡൽഹി ഉൾപ്പെടെ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള ഗവൺമെന്റ് ആശുപത്രികളെല്ലാം ഇവർക്ക് ചികിത്സ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ വന്നിട്ട് ചികിത്സ തേടി ഈ ഒരു ഖാദിർ എന്ന് പറഞ്ഞ ലീഡർ, ഇതൊരു ബലൂചിസ്ഥാൻ ലീഡറാണ്. ഇയാൾ അഫ്ഗാനിസ്ഥാൻ ത്രൂ ഇന്ത്യയിലെത്തി ചികിത്സ തേടി അതേപോലെ തന്നെ മടങ്ങിപ്പോയതായിട്ടുള്ള ചില ഡോക്യുമെന്റ്സ് ഒക്കെ പാകിസ്ഥാന്റെ കയ്യിൽ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഈ ഖാദിർ ഇന്ത്യയിൽ വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ വന്ന് ചികിത്സ തേടി പോയതിന്റെയൊക്കെ ചില രേഖകളൊക്കെ ഉണ്ട്. അതിലുപരിയായിട്ട് 2015 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓഗസ്റ്റ് 15 അന്ന് സംസാരിച്ച സമയം ഈ ഒരു ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരെടുത്ത് പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ബലൂച്ച് പ്രൊവിൻസിന്റെ ഒരു ഇൻഡിപെൻഡൻസിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം, ബലൂച്ചിന്റെ സ്വാതന്ത്ര്യം, ആ രീതിയിൽ കണക്ട് ചെയ്ത് സംസാരിച്ചതാണ്. ഇതൊക്കെ പാകിസ്ഥാൻ നോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2015 കഴിഞ്ഞിട്ട് 2016, 17, 18 ദിവസങ്ങളിലെല്ലാം, 2016, 17, 18 വർഷങ്ങളിലെല്ലാം തന്നെയും നരേന്ദ്രമോദിക്കായാലും ഇന്ത്യക്കായാലും നല്ല രീതിയിലുള്ള നരേന്ദ്രമോദിക്കും ഇന്ത്യയും അനുകൂലിച്ചുകൊണ്ട് ബലൂചിസ്ഥാൻ മേഖലയിലുള്ള നേതാക്കൾ ഒരുപാട് തവണ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യൻ മീഡിയയിലും ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ. അപ്പൊ അങ്ങനെയുള്ള 2-3 സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഞാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യ ഓപ്പൺലി അക്സെപ്റ്റഡ് ആണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ലിബറേഷനെ, അതായത് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലിബറേറ്റഡ് ഓട്ടോണമി സ്റ്റേറ്റിനെ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ട്. ഇന്റർനാഷണലി നമ്മൾ എവിടെയെങ്കിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയാണ്. ഇനി ഇന്ത്യ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി സപ്പോർട്ട് ചെയ്താൽ നമുക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. കാര്യം ഈ സപ്പോർട്ട് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡോക്യുമെന്റ്സ് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യം പറയുന്നത്. ഇത്തരം കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല ഇന്ത്യ ബലൂചിസ്ഥാനെ പിന്തുണയ്ക്കുക എന്നുള്ളത്. നിങ്ങൾ തൊട്ടടുത്ത് നോക്കി, ഈ ബംഗ്ലാദേശികൾ ഈ ചിക്കൻ നെക്കിന്റെ അവിടെ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുക. അതായത് ഇവര് ബംഗ്ലാദേശ് എങ്ങനെയാണോ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടി സൈൻ ചെയ്ത് ബംഗ്ലാദേശ് ഉണ്ടാക്കിയ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റുക. അപ്പൊ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട നെയിമുകളെല്ലാം തന്നെ തുടച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ബംഗ്ലാദേശ് എത്തിയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണ 100% ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കെതിരെ പല രീതിയിലും പല മേഖലകളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. കശ്മീരിന്റെ ഉള്ളിൽ ഇവർ പ്രവർത്തിക്കുന്നില്ലേ? ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഇവർ പ്രവർത്തിക്കുന്നില്ലേ? അപ്പൊ ഇതുപോലെ പല പ്രവർത്തനങ്ങൾ
അപ്പൊ ചൈനയെ ഇവർ സപ്പോർട്ട് ചെയ്ത് ആ രീതിയിൽ ഇവർ പല രീതിയിൽ ഇവർ കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരുന്നില്ലേ? അപ്പൊ ആ രീതിയിൽ ഓർഗനൈസ്ഡ് തീവ്രവാദം നടത്തുന്ന ഈ ഒരു രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചില മെഷർമെന്റ്സ് എടുക്കും. ആ രീതിയിൽ ഇന്ത്യ ചെയ്യുന്നോ ചോദിച്ചെങ്കിൽ യെസ്, ഇന്ത്യ ചെയ്യും. ബലൂചിസ്ഥാനികളല്ല, അഫ്ഗാനിസ്ഥാനികൾ ഇന്ത്യയിൽ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അതിനിപ്പോ നമുക്ക് എന്താണ്, ഇന്ത്യയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ബലൂചിസ്ഥാൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആവുന്നതും തമ്മിൽ എന്താണ് ബന്ധം? അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ വെറുതെ ഇങ്ങനെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ ഖാദിർ എന്ന് പറഞ്ഞ ലീഡറിന് ഇന്ത്യ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ഇപ്പം അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവര് എത്രമാത്രം ഗുഡ് റിലേഷൻഷിപ്പ്, അവര് തീവ്രവാദികളാണെങ്കിലും അവരിപ്പോ ഈ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാൻ അവര് തീവ്രവാദികളാണെങ്കിലും അവർക്ക് ഇപ്പം പുറത്തു പോയി ഇങ്ങനെ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അങ്ങനെ താമസിക്കാനൊന്നും വയ്യ. അവരിപ്പം അതിന് താല്പര്യപ്പെടുന്നില്ല. അവര് തീവ്രവാദം കുറച്ചൊക്കെ മൈൽഡ് ആക്കിക്കൊണ്ട് തീവ്രവാദം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവര് മേശയിലും കസേരയിലൊക്കെ ഇരുന്ന് ആ ഒരു ഭരണത്തിലൊക്കെ ഇരുന്ന് അവർ സൂചിച്ചു കഴിഞ്ഞു. അപ്പൊ ആ ഒരു സുഖം ഇപ്പൊ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇനി ഇങ്ങനെ കാട്ടിലൊക്കെ പോയുള്ള തീവ്രവാദം വേണ്ട, ഇനി നമുക്ക് ഇങ്ങനെ റൂമിലിരുന്നുള്ള തീവ്രവാദങ്ങൾ മതി എന്നുള്ള നിലയിലേക്ക് തീവ്രവാദം കുറച്ചുകൂടെ മൈൽഡ് ആക്കിക്കൊണ്ട് അവിടെ നടപ്പിലാക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയൊക്കെ അവിടെ ഒരുപാട് അതിക്രമങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ വിടുന്നില്ല, പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, ജോലി സ്ഥലങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, NGO-കളിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ നിലനിൽപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് തീവ്രവാദം കടത്തിവിടാത്ത രീതിയിൽ എന്തൊക്കെ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ആ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അല്ല നമ്മൾ താലിബാൻ എന്ന് പറഞ്ഞ ആ ഒരു തീവ്രവാദത്തിനെ പിന്തുണച്ച് അവരുടെ ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് ആ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. ഇന്ത്യ പ്യൂർലി അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ ജനങ്ങളുമായിട്ട് ഉള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. പിന്നെ ഈ അവിടെ ഭരിക്കുന്ന ആൾക്കാർക്ക് ഇന്ത്യയുമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ത്യയെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ, ഇന്ത്യക്കുള്ളിൽ തീവ്രവാദം നടത്താത്ത രീതിയിൽ അവരുടെ ബോർഡറിന്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം നമുക്ക് പ്രശ്നമില്ല. ആ രീതിയിലാണ് നമുക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ടാണോ അഫ്ഗാനിസ്ഥാൻ പിന്നെ പാകിസ്ഥാനിൽ പണിയെടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം അവർക്കും തന്നെ പാകിസ്ഥാനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവര് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഖൈബർ പഖ്തൂൺവ മേഖലയിൽ അവർക്ക് അവരുടെ സ്ഥലം പിടിച്ചെടുക്കണം. അവിടെ ഈ പഷ്തൂൺ സംസാരിക്കുന്ന ആ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ സെക്ടുകളെ അവർക്ക് ചേർത്തെടുക്കണം. അത് തന്നെയാണ് കാരണം. അല്ലാതെ ഇന്ത്യയും അതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ നേരിട്ട് അടിക്കാം. ഈ ബലൂചിസ്ഥാൻ ആർമിയുടെ ലീഡറും കൂടെയാണ് ഈ ഒരു കാബൂളിൽ നടത്തിയ ഈ ഒരു ISIS തീവ്രവാദികളുടെ സപ്പോർട്ടോട് കൂടി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ ഇതില് ബലൂചിസ്ഥാൻ ആർമി നല്ല കലിപ്പിലായിരിക്കുകയാണ്. അപ്പൊ അവരിപ്പോ പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ആക്കി ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. പാകിസ്ഥാന് പണി എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചൈനീസ് ഉദ്യോഗസ്ഥരെയൊക്കെ, ചൈനീസ് എംപ്ലോയീസിനെയൊക്കെ എങ്ങനെയെങ്കിലും ചൈന അവിടെ നിന്ന് പുറത്തോട്ട് കൊണ്ടുവന്നാലോ എന്ന് വരെ ചൈന ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതാണ് നിലവിലെ പാകിസ്ഥാന്റെ ഒരു അപ്ഡേറ്റ്. സിന്ധ്, ഖൈബർ പഖ്തൂൺവായിൽ TTP, അതുപോലെ ബലൂചിസ്ഥാൻ മേഖലയിലെ ബലൂച്ച് ആർമി, ഇവരെല്ലാരും കൂടെ ചേർന്ന് വൈകാതെ തന്നെ ഇപ്പൊ ഈ ഒരു നെക്സ്റ്റ് ഒരു 10-20 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിൽ നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. എല്ലാം തന്നെ തീവ്രവാദ ആക്രമണങ്ങൾ തന്നെയാണ്. തുടരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വളരെ വളരെ കൂടുതൽ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.